ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ സാമ്പാറിനൊക്കെ വെല്ലുന്നൊരു വെമ്പാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒന്നാണിത്. നമുക്ക് ഇഡ്ഡലി, ദോശ, ചോറ് ഇതിനൊക്കെ നമുക്ക് നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം. വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് പരിപ്പ്, നമ്മൾ സാമ്പാർ പരിപ്പാണ്, പിന്നെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കായം വേണം. സാധാരണ നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ, ഈ കായം കേട്ടോ. എൻ്റെ അടുത്ത് കഷ്ണമാണ് ഉള്ളത്. പൊടി ചേർക്കുന്നവർക്ക് അവസാനം കറിയിലിട്ട് കൊടുത്താൽ മതി. കഷ്ണമാകൊണ്ട് ഞാൻ ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പരിപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പിന്നെ ഇത് വേവുന്ന സമയത്ത് ഇത് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ. കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചേർത്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. 2-3 വിസിലിന് നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഈ സമയം നമുക്കിതേ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ വറുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്, തേങ്ങ വറുക്കുകയാണെങ്കിലൊക്കെ. അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ മതി കേട്ടോ, ഒരു പിടി തേങ്ങ മതിയേ. ഇത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് ഇതേ 2-3-4 ചെറിയുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. നന്നായി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഒരേപോലെ തന്നെ നമുക്ക് കളറായി വരിക, പിന്നെ പാകമായി കിട്ടും കേട്ടോ. പിന്നെ ഇത് കുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ജീരകം, അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളിതേ തേങ്ങ വറവായിട്ടുണ്ട്, ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഇതൊന്ന് നമ്മൾ ചൂടാക്കിയെടുക്കണം കേട്ടോ. നന്നായി ചൂടാക്കിയെടുക്കണേ, കരിഞ്ഞു പോവരുത് കേട്ടോ. നമുക്ക് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയെടുക്കുമ്പോൾ. ഇതൊരു പാകത്തിന് ആയിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതേ ആ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതേ ഒരു 5-8 ചെറിയ ഉള്ളിയാണ് കേട്ടോ, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം സവാളൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പിന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റണമെന്നില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് വേറെയും സാധനങ്ങളിട്ട് വഴറ്റാനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെണ്ടക്ക, ഒരു 8 വെണ്ടക്ക ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ. ഈ വെണ്ടക്ക ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഇത് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. കൂടുതൽ പിന്നെ സാധനങ്ങളോ കഷ്ണങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ആ വെണ്ടക്ക ദേ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്, നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിരുന്നു, പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിൽ ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നുറുക്കി ഉണ്ടാക്കണം, അത് കുറേ ഭയങ്കര നേരം വെക്കുകയാണല്ലോ. ഇതങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. നമുക്ക് പിന്നെ ലഞ്ചിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ, എല്ലാത്തിനും നമുക്ക് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം, ഇഡ്ഡലി, ദോശ ഇതിനൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ 2 തക്കാളി, ഒരു 5 പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിന് ഉള്ള ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി തിളക്കട്ടെ, ഒന്ന് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേവും ചെയ്തോട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ ആ തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ അല്ലേ, അതൊന്ന് ക്രഷ് ചെയ്ത് ഒന്ന് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ പൊടിയാണ് കേട്ടോ. ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അതേ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പൊടിച്ചെടുത്താലും നന്നായി അങ്ങ് പൊടിഞ്ഞ് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെണ്ടക്ക ഒക്കെ ഈ കറി
വെന്തിട്ടുണ്ട്, വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. തക്കാളി വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പില്ലേ, ഇത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റി പാർന്ന് കൊടുക്കണേ. വെള്ളത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ, ഒറ്റ ടൈറ്റായി നിൽക്കാൻ പാടില്ലല്ലോ, ഒരു കറിക്കുള്ള വെള്ളം വേണമല്ലോ, അതിനനുസരിച്ച് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് ഇത് ശരിക്കും നല്ലതുപോലെ തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. നന്നായി നമ്മൾ തേങ്ങ വറുത്തരച്ച കറിക്ക് നല്ലതുപോലെ നന്നായി തിളക്കാട്ടോ. നന്നായി തിളച്ചാൽ ഇതുപോലെ ഈ വെമ്പാർ നല്ലതുപോലെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായി തിളച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. നല്ലതുപോലെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വരുത്തും. അവസാനം നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് കറി ഇങ്ങോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് മറ്റൊരു ചട്ടി ഞാൻ അടുപ്പത്ത് ഒന്ന് വറവിട്ടെടുക്കണമല്ലോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കടുകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് വറവിട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെമ്പാർ, വെണ്ടക്ക കൊണ്ട് ഉണ്ടാക്കിയതായിട്ടാണ് കേട്ടോ വെമ്പാർ എന്ന് പേരിട്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ നല്ല കോംബോ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.